നിങ്ങൾക്കറിയോ 10 വയസ്സുള്ള കുട്ടിക്ക് ലോഡ് ഷെഡിംഗ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് കേരളത്തിൽ അറിയില്ല. കനത്ത ചൂടിനിടെ പ്രതിസന്ധിയായി സംസ്ഥാനത്ത് അപ്രഖ്യാപിത ലോഡ് ഷെഡിംഗ്. നഗര ഗ്രാമ ഭേദമില്ലാതെ ദിവസവും പല സമയങ്ങളിലായി വൈദ്യുതി മുടങ്ങുന്നുണ്ട്. ലോഡ് റെസ്ട്രിക്ഷൻ എന്ന പേരിലാണ് നിലവിലെ നിയന്ത്രണം. ഗോപാൽ, ഈ അപ്രഖ്യാപിത ലോഡ് ഷെഡിംഗ് ഉണ്ടാകുന്നു പലയിടത്തും എന്നുള്ളതാണ്. വിവരങ്ങൾ എങ്ങനെയാണ്? തീർച്ചയായിട്ടും. കാരണം ഈ ചൂട് വർദ്ധിച്ചതോടുകൂടി, വേനൽ കനത്തതോടുകൂടി തന്നെ വൈദ്യുതിയുടെ ഉപഭോഗം വലിയ രീതിയിൽ ഉയർന്നിട്ടുണ്ട്. ഈ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ മുൻകൂട്ടി അറിയിക്കാതെ അപ്രഖ്യാപിതമായി 10-15 മിനിറ്റ് ഇത്തരത്തിൽ ലോഡ് ഷെഡിംഗ് എന്ന തരത്തിലേക്ക് നടപടി ഉണ്ടാകുന്നത്. നഗര ഗ്രാമ ഭേദമില്ലാതെ എല്ലാ പ്രദേശങ്ങളിലും മുൻകൂട്ടി അറിയിക്കാതെയുള്ള അപ്രഖ്യാപിതമായിട്ടുള്ള കറണ്ട് കട്ട് അല്ലെങ്കിൽ പവർ കട്ട് ഇപ്പോൾ ഉണ്ട്. കഴിഞ്ഞ ദിവസം രാത്രിയിലൊക്കെ ഏറെ നേരം പലയിടങ്ങളിലും വൈദ്യുതി മുടങ്ങിയത് വലിയ തരത്തിലേക്ക് ഉണ്ടാക്കിയിരുന്നു. കാരണം രാത്രി കാലങ്ങളിൽ വല്ലാത്ത രീതിയിൽ വൈദ്യുതി ഉപഭോഗം വർദ്ധിക്കുന്നുണ്ട്. അത് സംസ്ഥാന സർക്കാരിനെയും വൈദ്യുതി വകുപ്പിനെയും വലിയ തോതിൽ പ്രതിസന്ധിയിലാക്കുന്നു എന്ന വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലേക്കൊരു നടപടിയിലേക്ക് കടന്നിരിക്കുന്നത്. ഇതിന് ലോഡ് റെസ്ട്രിക്ഷൻ എന്ന തരത്തിലെയാണ് ഇപ്പോൾ വിളിക്കുന്നത്. കാരണം ലോഡ് ഷെഡിംഗ് എന്ന പരാമർശം ഇവിടെ ഉപയോഗിക്കുന്നില്ല, പകരം ലോഡ് റെസ്ട്രിക്ഷൻ എന്ന വാക്കാണ് ഉപയോഗിക്കുന്നത്. അതേസമയം തെരഞ്ഞെടുപ്പിനെ സർക്കാർ നേരിട്ടപ്പോൾ ലോഡ് ഷെഡിംഗ് ഇല്ലാത്ത 10 വർഷങ്ങൾ എന്ന ഒരു പ്രധാനപ്പെട്ട ഒരു അവകാശവാദം ഉന്നയിച്ചുകൊണ്ടാണ് ഈ തെരഞ്ഞെടുപ്പിനെ അടക്കം നേരിട്ടത്. ആ ഒരു വാചകത്തെ ഇപ്പോൾ ഈ ഘട്ടത്തിൽ പ്രതിപക്ഷവും BJPയും അടക്കം വലിയ തരത്തിൽ ട്രോളിനും പരിഹാസങ്ങൾക്കും വിധേയമാക്കുന്നുണ്ട്.